ചിങ്ങം പിറക്കുന്നതോടുകൂടി തൊടികളിൽ വടുകപ്പുളി നാരങ്ങകളും പൊൻനിറമാകാൻ തുടങ്ങും. ഇതിന് കറിനാരങ്ങ എന്നും പറയാറുണ്ട്. അച്ചാറും അല്പം വെള്ളത്തോടെ നാരങ്ങാക്കറിയുമൊക്കെ ഇതുകൊണ്ടുണ്ടാക്കാം. തൊലിയോടുകൂടി അച്ചാറും കറിയുമെല്ലാം ഉണ്ടാക്കാമെങ്കിലും തൊലി കളഞ്ഞുപയോഗിച്ചാൽ കയ്പിനെ പേടിക്കേണ്ടതില്ല. വടുകപ്പുളി നാരങ്ങ അച്ചാറാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത്. തൊലി കളഞ്ഞെടുത്ത നാരങ്ങ പല കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. നാരങ്ങയുടെ കുരു ഒഴിവാക്കി മുറിച്ചെടുത്ത കഷ്ണങ്ങൾ ചെറുതായി അരിഞ്ഞെടുക്കണം. ചെറുതായി അരിഞ്ഞെടുത്ത നാരങ്ങാ കഷ്ണങ്ങൾ ഒരു പാത്രത്തിലിട്ട് ഉപ്പ്, കറിവേപ്പില, പച്ച വെളിച്ചെണ്ണ എന്നിവ ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കണം. ഇതിലെ പ്രധാന ചേരുവയാണ് പച്ചമുളക്. 2-3 ഫ്രഷായ പച്ചമുളക് ചെറുതായി വട്ടത്തിൽ അരിഞ്ഞത്, ഉപ്പും കറിവേപ്പിലയും പച്ചവെളിച്ചെണ്ണയും ചേർത്ത് യോജിപ്പിച്ച് വെച്ചിട്ടുള്ള നാരങ്ങയിൽ ചേർത്ത് നല്ലതുപോലെ ഇളക്കണം. അല്പം വെളിച്ചെണ്ണയിൽ 2-3 കഷ്ണം കായവും 1/2 ടീസ്പൂൺ ഉലുവയും മൂപ്പിച്ച് പൊടിച്ചെടുക്കണം. 2 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചെറുതായി ചൂടാക്കിയെടുക്കണം. പൊടിച്ചെടുത്ത കായവും ഉലുവയും ചൂടാക്കിയെടുത്ത മുളക് പൊടിയും നാരങ്ങാ കഷ്ണങ്ങളിൽ ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കണം. നാരങ്ങയുടെ നീര് അച്ചാറിലേക്ക് ഇറങ്ങുമെന്നതിനാൽ മുളക് പൊടിയിൽ വെള്ളം ചേർത്ത് തിളപ്പിക്കേണ്ടതില്ല. അല്പം വെളിച്ചെണ്ണ ചൂടാക്കിയതിൽ കടുകിട്ട് പൊട്ടുമ്പോൾ മുറിച്ച വറ്റൽമുളകും കറിവേപ്പില എന്നിവ നന്നായി മൂപ്പിച്ചെടുത്ത് യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന അച്ചാറിൽ ചേർത്ത് നല്ലതുപോലെ ഇളക്കണം. പെട്ടെന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കുമെന്നതിനാൽ നല്ലെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണയാണ് ഈ അച്ചാറിൽ ചേർക്കുന്നത്. കൂടാതെ വെളിച്ചെണ്ണ ചേർത്ത ഈ അച്ചാറിന് ഒരു പ്രത്യേക രുചിയുമാണ്. കടകളിൽ ഇപ്പോൾ സുലഭമായി കിട്ടുന്ന വടുകപ്പുളി നാരങ്ങ കൊണ്ടുള്ള ഈ അച്ചാർ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ.